അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടോ സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് അടിപൊളി റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ വളരെ കുറഞ്ഞ ഓയിൽ മാത്രമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്. ഇതിനായിട്ട് ഞാൻ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സവാള ഒരു സോഫ്റ്റായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ വേണ്ടതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ആ മുട്ടയിൽ നന്നായിട്ട് പിടിച്ചോളും. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും അതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രെഡ് ഒന്ന് ചപ്പാത്തിക്കോല വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ബോട്ടിലിൻ്റെ മൂടിയാണ് എടുത്തേക്കണത്. എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കുക. ഇതിന് പകരമായിട്ട് നമുക്ക് ഗ്ലാസ്സോ അല്ലെങ്കിൽ റൗണ്ടായിട്ടുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ല നമ്മൾക്ക് സ്ക്വയർ ആണെങ്കിൽ സാധാരണ ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ പരത്തി കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അതല്ല പഴയ ബ്രെഡാണെങ്കിൽ നമ്മൾ ആവിയിലൊന്ന് കുറച്ച് നേരം ഒന്ന് ആവി കയറ്റിയതിന് ശേഷം പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഞാനിവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഞാനതൊന്ന് ഇതുപോലെ സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മളിപ്പോൾ ഈ പരത്തിയതിൻ്റെ ബാക്കിയുള്ള ബ്രെഡൊക്കെ ഞാൻ എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ക്രിസ്പായിട്ട് കിട്ടും. നല്ല ബ്രെഡ് ക്രംസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഒരു പാനിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾക്ക് ഈ തയ്യാറാക്കി വെച്ചേക്കണ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ബ്രെഡ് കൊണ്ടുള്ള അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ, അതേപോലെ തന്നെ ടിഫിനായിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. പിന്നെ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.